അപ്പൊ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള അമൂല്യ സമ്പത്ത് എന്താണ്? എന്താണ്? വിദ്യ അല്ലെ? വിദ്യ എന്ന് പറഞ്ഞാൽ അറിവ്, അറിവ് പഠിക്കുക അല്ലെ? അങ്ങനല്ലേ? അവിടെ ശ്രദ്ധിക്കില്ലേണ്ട ബേക്കല് അറിവ് പഠിക്കുക എന്നല്ലേ? അതാണ് ഏറ്റവും വലിയ സമ്പത്ത് അല്ലേ? അപ്പൊ വിജ്ഞാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൊല ചെയ്താലും അപകടപ്പെട്ടാലും അദ്ദേഹം ചെയ്ത സേവനങ്ങൾ ലോകാവസാനം വരെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെ പ്രസിഡന്റ് അവരോട് പറഞ്ഞു, ഈ മഹത്തായ ഈ പ്രസ്ഥാനം അഥവാ ഈ മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് പൂർവകാല നേതാക്കന്മാരും കാരണന്മാരും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് ഇന്നും ഓർക്കപ്പെടുകയാണ്. കാരണം എന്താണ്? ഈ ഭൂമിലോകം നിലനിൽക്കുന്ന കാലം അത്രയും പരിശുദ്ധമായ വിജ്ഞാനത്തിന് വേണ്ടി അവർ നൽകിയ ത്യാഗങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനുള്ള കാരണം. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടോ? അതിന് കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിൽ കഴിഞ്ഞ 2ലേക്ക് ആയ ആളുകളെ 2ലേക്ക് ആയവരൊക്കെ മേടിച്ചെന്ന് 2ാം ക്ലാസ് 1 നിന്ന് 2ലേക്ക് പോയവരും മേടിച്ചെന്ന്. അദബെന്ന് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്താ അദബെന്ന് പറഞ്ഞാൽ അർത്ഥം? മര്യാദ അല്ലേ? അപ്പൊ മര്യാദയോടെ ഇരിക്കണ്ടേ? ഒരു സ്ഥലത്ത് വരുന്ന മര്യാദ വേണ്ടേ? നമ്മൾ പഠിച്ചിട്ടല്ലേ ഉള്ളൂ അല്ലേ? ഇരുന്നോ. അപ്പൊ അദബുൽ അദ്ദീനു കുല്ലുഹു അദബുൽ എന്നാണ്. ദീൻ എന്ന് പറഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ അത് മര്യാദയാണ്. അത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് മദ്രസകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രിയമുള്ള രക്ഷകർത്താക്കൾ അറിയാൻ വേണ്ടി പറയുന്നു, മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം അത് നൽകുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. അത് ലോകത്തിന്റെ മുമ്പിൽ വലിയ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് മദ്രസ വിദ്യാഭ്യാസത്തെ കുറിച്ച് പല രീതിയിലും അതിനെ പേരുദോഷം വെക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അതിനെ മോശമായി പ്രതികരിക്കുന്ന രൂപത്തിൽ ഇവിടെയുള്ള മറ്റുള്ള ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാരണം മദ്രസ വിദ്യാഭ്യാസം എന്നുള്ളത് അടിസ്ഥാനപരമായ മൂലാധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതവർ അദബ് മുതൽ മര്യാദ എന്നുള്ളതാണ് ഏറ്റവും വലുത്. മതം എന്ന് പറഞ്ഞാൽ മര്യാദയാണ്. ഒരാള് എല്ലാ 5 നേരം നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് മര്യാദ ഇല്ലെങ്കിൽ അയാളെ നിസ്കരിക്കുന്നതിൽ യാതൊരു ഗുണമില്ല. ഒരാള് നോമ്പനുഷ്ഠിക്കുന്നതാണ്, അദ്ദേഹത്തിന് മര്യാദ ഇല്ലായെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന അമലുകൾക്ക് പ്രസക്തി. അപ്പൊ മര്യാദ അത് ദീനിന്റെ അടിസ്ഥാനപരമായ ഒരു കർത്തവ്യമാണ്. നമ്മുടെ സംസ്ഥാനം